സ്വാധീനമുള്ള മേഖലകളിലൂടെ പാർട്ടി പ്രവർത്തകരുടെ വലിയ മുദ്രാവാക്യങ്ങൾ ഏറ്റുവാങ്ങി കടന്നേ കരളെ VSA എന്ന മുദ്രാവാക്യമൊക്കെ ഏറ്റുവാങ്ങി. അതാണ് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നത്. അതൊരു മുദ്രാവാക്യമല്ല. എനിക്ക് തോന്നുന്നത് പ്രവർത്തകരുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായി വരുന്ന ഒരു പ്രതികരണം എന്ന നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ, ഒരു മുദ്രാവാക്യം എന്ന നിലയിലല്ല. അങ്ങനെ VS അത്തരം മുദ്രാവാക്യങ്ങൾ സ്നേഹോഷ്മളമായ യാത്രാമൊഴിയൊക്കെ ഏറ്റുവാങ്ങി ഈ വലിയ ജനസഞ്ചയത്തിനിടയിലൂടെ ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ കർമ്മമേഖലയുടെ തുടക്കം അദ്ദേഹം നിരവധി പൊതുപ്രവർത്തനങ്ങൾ നടത്തിയ ആലപ്പുഴയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിലാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തോട് ാമ്പൂതിലേക്ക് വിലാപയാത്ര എത്തിയിരിക്കുകയാണ്. ഈ പട്ടം കേശവദാസപുരം ആറ്റിങ്ങൽ അങ്ങനെ ആ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ കടമ്പാട്ടുകോണം അതിർത്തി വരെ അങ്ങനെ തന്നെ എത്തും. തിരുവനന്തപുരം ജില്ല VSനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വൈകാരികമായി അടുപ്പമുള്ള ഒരു മേഖല കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തിരുവനന്തപുരത്തിന് വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി രംഗത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം അക്ഷരാർത്ഥത്തിൽ നിയമസഭ എന്നതുകൊണ്ട് മാത്രമല്ല, അത് തിരുവനന്തപുരം തന്നെയായിരുന്നു. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹം പാർലമെൻ്ററി ജീവിതം ഏതാണ്ട് പൂർണ്ണമായും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും നിയമസഭാംഗമായും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. തന്നെയുമല്ല പാർട്ടി സെക്രട്ടറിയും മുന്നണി കൺവീനറും ഒക്കെയായി ഒക്കെ അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴും തിരുവനന്തപുരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖല. ആ തിരുവനന്തപുരത്തോട് VS വിട ചൊല്ലുകയാണ്. വളരെ വൈകാരികമായ ഒരു